സാധാരണ പരിഹാരക്രിയ പിന്നെ നിർദ്ദേശിക്കുന്നത് ജ്യോതിഷന്മാരായിരിക്കാം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ സർക്കാരിന് മൂന്നാമതും ഒരു അധികാരം ലഭിക്കണമെങ്കിൽ ചില പരിഹാരക്രിയകൾ ചെയ്യണമെന്ന് ഏതോ ജ്യോതിഷൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏതോ ജ്യോതിഷനല്ല, നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ജ്യോതിഷൻ നമ്മുടെ പാർട്ടി സെക്രട്ടറി സ്ഥിരമായി പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആ ജ്യോതിഷനിൽ നിന്ന് ചില ഉപദേശങ്ങൾ ലഭിച്ചു കാണും എന്നതാണ് നമുക്ക് സംശയിക്കേണ്ടിരുന്നത്. എന്തായാലും ഇനി മൂന്നാം മൂഴം കിട്ടണമെങ്കിൽ അയ്യപ്പന് മുന്നിൽ പിഴ മൂളണം എന്ന് ഉപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അയ്യപ്പ സംഗമം എന്നത് സംഘടിപ്പിക്കാൻ ഈ സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളൊന്നും മറന്നിട്ടില്ല അല്ലേ? പഴയതൊന്നും ഓർമ്മിക്കരുത് എന്നാണ് ഇപ്പോൾ പൊതുവിൽ ചില സമുദായ സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് അതൊക്കെ മറക്കാമായിരിക്കാം. പക്ഷെ പഴയത് പലതും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.